പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മുവിന്റെ മരണത്തിൽ കുടുംബത്തിന്റെ ആരോപണം തള്ളി പത്തനംതിട്ട NSS ഹോസ്റ്റൽ അധികൃതർ. ഹോസ്റ്റലിൽ ഒരു തരത്തിലുള്ള വീഴ്ചയും സംഭവിച്ചിട്ടെന്ന് ഹോസ്റ്റൽ വാർഡൻ സുധ പറയുന്നു. ഏത് അന്വേഷണവും നേരിടാൻ തയ്യാറെന്നും സുധ 24 പറഞ്ഞു. പത്തനംതിട്ടയിലെ NSS ഹോസ്റ്റൽ വാർഡൻ സുധ 24 ചേരുകയാണ്. ഈ കുടുംബം ഹോസ്റ്റലിനെതിരെ ഭയങ്കര ഗുരുതര ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അമ്മയുടെ മാനസിക പീഡനം നേരിട്ടിരുന്നു. ഈ അമ്മ മരിച്ച ഘട്ടത്തിൽ ഇവിടുന്ന് ചില വീട്ടിലേക്ക് വന്ന ചില കോളുകളിലൊക്കെ അവർക്ക് അസ്വാഭാവികത തോന്നുന്നുണ്ട് എന്നാണ് പറയുന്നത്. നിങ്ങൾക്കിതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? നമുക്കിതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല. ഇവിടെ ഒരു പീഡനവും ഇല്ല, ഒരു ഇതുമില്ല. കുട്ടി ഇവിടെ സുരക്ഷിതമായിട്ട് ഇവിടെ നിൽക്കുമായിരുന്നു. അതെന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളോട് പറയണ്ടേ? നമ്മളോടൊന്നും പറഞ്ഞിട്ടില്ല. ഒരു തരത്തിലും ഒരു കുഴപ്പവും നമ്മളോട് പറഞ്ഞിട്ടില്ല. കുട്ടി ഇങ്ങനെ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് വീണത് നിങ്ങൾ എങ്ങനെയാണ് അറിയുന്നത്? ശബ്ദം കേട്ടുകൊണ്ട് കുട്ടികൾ അവരുടെ കോളേജിലെ കുട്ടികൾ തന്നെ ഓടി ഇറങ്ങി. എന്തുവാന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, ഇങ്ങനെ ഒരു ചേച്ചി വീണ് കിടക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞങ്ങളെല്ലാം വന്ന്. അപ്പം തന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ആംബുലൻസ് വിളിച്ചു. ആംബുലൻസ് വന്ന് കൊണ്ടുപോകുമായിരുന്നു. അതായത് ഈ കുട്ടി 5:16 കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് വീണതിന് ശേഷം കുറച്ചധികം വൈകിയാണ് ഈ അടുത്തുള്ള ജനറൽ ആശുപത്രിയിൽ എത്തിയെന്നുള്ളൊരു ആരോപണമൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ വൈകിട്ടുണ്ടോ? ഒട്ടും വൈകിട്ടില്ല. ആംബുലൻസ് വരുന്ന താമസമേ ഉണ്ടായിരുന്നുള്ളൂ. ഹോസ്പിറ്റലിൽ നിന്ന് ആംബുലൻസ് വരുന്ന താമസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ ഒട്ടും വൈകിട്ടില്ല. അപ്പോൾ നിങ്ങളാണോ ഈ കൂടെ ചെന്ന് അങ്ങോട്ട് ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുള്ളതൊക്കെ നിങ്ങളായിരുന്നോ? കുട്ടികളും ഉണ്ടായിരുന്നു, അവരുടെ ബാച്ചിലെ കുട്ടികളും ഉണ്ടായിരുന്നു. ആരാണ് ഈ തിരുവനന്തപുരത്ത് കൊണ്ടുപോകണം, കോട്ടയത്ത് വേണ്ട എന്നുള്ളത് നിങ്ങളാരെങ്കിലും അങ്ങനെ പറഞ്ഞു? ഞങ്ങൾ പറഞ്ഞിട്ടില്ല. തീരുമാനിക്കണം, ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഹോസ്റ്റലിന് ഈ കാര്യത്തിൽ വീഴ്ചകളൊന്നും സംഭവിച്ചിട്ടില്ല? ഒന്നും സംഭവിച്ചിട്ടില്ല. കുടുംബം എന്ത് അടിസ്ഥാനത്തിലാണ് ഈ ഹോസ്റ്റലിൽ ഇങ്ങനെ ഇതുണ്ടായിരുന്നു, ഇങ്ങനെ ചില കോളുകൾ വന്നു, അതിൽ അവർ ചെറുതായിട്ട് എന്തോ വീണു എന്ന് പറഞ്ഞു, അങ്ങനെയൊക്കെ അവർ കുടുംബം പറയാനുള്ള ഒരു കാരണം എന്താ തോന്നുന്നത്? അത് നമുക്കതേപ്പറ്റി ഒന്നും അറിയത്തില്ല. നമുക്ക് ഹോസ്റ്റലിൽ ഒരു കുഴപ്പവും. കുടുംബത്തെ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചു എന്ന് തോന്നുന്നു? അത് നമുക്ക് പറയാൻ പറ്റത്തില്ല. നമ്മളറിയാത്ത കാര്യങ്ങളൊന്നും പറയാൻ പറ്റത്തില്ല. ഹോസ്റ്റലിൻ്റെ കാര്യമേ നമുക്കറിയത്തുള്ളൂ. ഹോസ്റ്റലിൽ യാതൊരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. ഈ പെൺകുട്ടി ഒരു പരാതിയും പറഞ്ഞിട്ടില്ല. ഒരു പരാതിയും പറഞ്ഞിട്ടില്ല. ഏത് പോലീസ് അന്വേഷണത്തെയും എന്തും നിങ്ങൾ സ്വാഗതം? പിന്നെ അതല്ലേ പറ്റത്തുള്ളൂ. അതായത് ഹോസ്റ്റൽ വാർഡനാണ് നമ്മോടൊപ്പം ചേർന്നത്. അവർ പറയുന്നത് ഹോസ്റ്റലിൽ ഒരു തരത്തിലുള്ള വീഴ്ചയും സംഭവിച്ചിട്ടില്ല, എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നു. അമ്മു ഹോസ്റ്റലിൽ ഒരു തരത്തിലുള്ള പരാതിയും പറഞ്ഞിട്ടില്ല. അമ്മു കെട്ടിടത്തിന് മുകളിൽ നിന്ന് വീണ അറിഞ്ഞപ്പോൾ തന്നെ ആംബുലൻസ് വിളിച്ച് ഹോസ്പിറ്റലിൽ എത്തിച്ചു എന്നാണ് ഹോസ്റ്റൽ വാർഡൻ 24 വ്യക്തമാക്കിയത്. സഞ്ജയ് ഇക്ബാലിനൊപ്പം AV ജയശങ്കർ, 24 പത്തനംതിട്ട. AV ജയശങ്കർ കൂടി ചേരുന്നു പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങളുമായി. ഈ വാർഡൻ സുധ ചേച്ചി വളരെ ആത്മവിശ്വാസത്തോടാണല്ലോ പറയുന്നത്, ഒന്നും അപകടകരമായി സംഭവിച്ചിട്ടില്ല എന്ന്. പറയൂ ജയശങ്കർ, അവരോട് സംസാരിച്ചപ്പോൾ നമുക്ക് കിട്ടുന്ന ചില നിഗമനങ്ങളും നിരീക്ഷണങ്ങളും എന്താണ്? ഗുഡ് മോർണിംഗ് SK. എന്തായാലും കുടുംബം ഉന്നയിക്കുന്ന ഗുരുതര ആരോപണങ്ങൾ ഈ ഹോസ്റ്റൽ അധികൃതർ തള്ളുകയാണ്. അതായത് അമ്മുവിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് NSS ഹോസ്റ്റലിന് ഒരു തരത്തിലുള്ള വീഴ്ചയും സംഭവിച്ചിട്ടില്ല എന്നാണ് ഹോസ്റ്റൽ വാർഡൻ 24 ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ സുധ പറയുന്നതനുസരിച്ച് കുട്ടി വീണ കാര്യം ഹോസ്റ്റലിലെ മറ്റ് കുട്ടികൾ പറഞ്ഞാണ് അറിയുന്നത്. അപ്പോൾ തന്നെ ആംബുലൻസ് വിളിച്ച് ആശുപത്രിയിൽ എത്തിച്ചു. ഈ ആശുപത്രിയിൽ എത്തിക്കാൻ വൈകിയെന്ന ആരോപണത്തെ ഇവർ നിഷേധിക്കുന്നത് ഈ ആംബുലൻസ് വരാൻ എടുക്കുന്ന കാലതാമസം മാത്രം ഉണ്ടായത്. മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. ഹോസ്റ്റലിൽ ഏതെങ്കിലും തരത്തിലുള്ള മാനസിക ബുദ്ധിമുട്ടോ മറ്റു പ്രശ്നങ്ങളോ നേരിട്ടതായി അമ്മു ഒരു തരത്തിലുള്ള പരാതിയും പറഞ്ഞിട്ടില്ല. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ കോഴ്സ് തുടങ്ങിയ മുതൽ അമ്മു ഈ NSS ഹോസ്റ്റലിലാണ്. പക്ഷേ ഒരു തരത്തിലുള്ള പരാതിയും തങ്ങളടുത്ത് പറഞ്ഞിട്ടില്ല. എന്തെങ്കിലും തരത്തിലുള്ള പരാതി ഉണ്ടായിരുന്നെങ്കിൽ അത് കൃത്യമായി പരിഹരിക്കുമായിരുന്നു. ഒരു തരത്തിലുള്ള പീഡനവും അമ്മു ഇവിടെ നേരിട്ടില്ല. ഏത് തരത്തിലുള്ള അന്വേഷണവും നേരിടാൻ ഹോസ്റ്റൽ അധികൃതർ തയ്യാറാണെന്നും ഈ ഹോസ്റ്റൽ വാർഡൻ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും ഇവർ തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഈ വിഷയത്തെ കുറിച്ചുള്ള പ്രതികരണങ്ങൾ നടത്തുന്നത്. തങ്ങളുടെ ഭാഗത്ത് വീഴ്ചയില്ല എന്ന NSS ഹോസ്റ്റൽ അധികൃതർ ആവർത്തിക്കുന്നു. എന്തായാലും പോലീസ് ഇക്കാര്യം പരിശോധിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. കുടുംബം രാവിലെ ഷഫീദ് റാവത്തറോട് സംസാരിച്ചൊരു ഘട്ടത്തിൽ ഈ ഹോസ്റ്റലിൽ വീഴ്ച പറ്റിയിട്ടുണ്ട്, ഹോസ്റ്റലിൽ കുട്ടി മാനസിക പീഡനം നേരിട്ടു എന്നൊരു ഗുരുതര ആരോപണം ഉന്നയിച്ചിരുന്നു. ഈ വിഷയത്തിൽ കൃത്യമായി പോലീസ് ഈ വിഷയം പരിശോധിക്കുന്നു. ഹോസ്റ്റൽ അധികൃതരുടെ കൂടി മൊഴി പോലീസ് എന്തായാലും രേഖപ്പെടുത്തും. ഈ ഹോസ്റ്റലിൽ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ, ഈ കുടുംബം പറഞ്ഞ പോലെ ഹോസ്റ്റലിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ വൈകിയ വിഷയം, ഒപ്പം തന്നെ ആരാണ് ഈ കുട്ടിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് 100 കിലോമീറ്ററിലധികമുള്ള തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ ആവശ്യപ്പെട്ടത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലീസിന് ഇതുവരെ ലഭിച്ചിട്ടില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഈ അമ്മുവിൻ്റെ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടി ഫലം ലഭിക്കുന്ന മുറയ്ക്ക് തുടർ നടപടികളിലേക്ക് കടക്കാനാണ് പോലീസിൻ്റെ നീക്കം. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിലവിൽ പോലീസ് അസ്വാഭാവിക മരണത്തിനെടുത്ത കേസിലാണ് അന്വേഷണം നടത്തുന്നത്. എന്തായാലും
വി ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത് പത്തനംതിട്ടയിൽ നിന്ന്. എന്തായാലും ഏത് അന്വേഷണവും നേരിടാൻ തയ്യാറാണെന്ന് കോളേജ് മാനേജ്മെൻറ്റും ഹോസ്റ്റൽ വാർഡനും പറയുന്നു. അന്വേഷണം നടക്കട്ടെ. തീർച്ചയായിട്ടും എന്തെങ്കിലും അലംഭാവം ഈ ഇവരുടെ ചികിത്സയിലോ ഏതെങ്കിലും കാര്യത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവർ എന്ത് കാരണത്താലാണ് അത് ചെയ്തതെന്ന് കണ്ടുപിടിക്കുക തന്നെ വേണം.